എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ലിപ് ബാം ആണ് കേട്ടോ. നമ്മൾ റോസ് ലിപ് ബാം ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കിറ്റ് വെച്ചിട്ടാണ്, 50 ഗ്രാമിന്റെ കിറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 50 ഗ്രാമിന്റെ കിറ്റ് വരുന്നത്. ഇതിലിനി കളറും ഫ്രാഗ്രൻസും വേറെയാണ് കേട്ടോ. നമ്മൾ ഇതിൽ വെക്കുന്നത് പിങ്ക് കളറാണ്. നമ്മള് പിങ്ക് നല്ല ചുണ്ടൊക്കെ നല്ല പിങ്ക് ആയിട്ടിരിക്കുന്ന നല്ല രസമല്ലേ. ഇതാണ് നമ്മുടെ ലിപ് ബാമിന്റെ ബേസ് വരുന്നത് കേട്ടോ. ഇതില് നമുക്ക് വാക്സ് വരുന്നുണ്ട്, ബട്ടേഴ്സ് വരുന്നുണ്ട്, ഓയിൽസ് വരുന്നുണ്ട്. അപ്പൊ ഇതില് 2 തരം ബട്ടേഴ്സ്, അതുപോലെ തന്നെ 4 തരം ഓയിൽസ്, 2 തരം വാക്സ്, ഇത്ര ഐറ്റംസ് എത്ര തരം. അപ്പൊ ഇത് നമ്മുടെ ബട്ടേഴ്സ്, ഓയിൽസ്, വാക്സ് ഒക്കെ ചെയ്ത് വരുന്ന ബേസ് ആണ്. ഇതിൽ ഇതെല്ലാം ആഡ് ആയിട്ടാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് മെൽറ്റ് ചെയ്യാം. അപ്പൊ കറക്റ്റ് മെഷർമെന്റിലാണ് നമ്മൾ ഇതിലെല്ലാം ഐറ്റം ആയിട്ടോ. ഇതാണ് നമ്മുടെ 50 ഗ്രാമിന്റെ ലിപ് ബാമിന്റെ ബേസ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ബട്ടേഴ്സ് വരുന്നുണ്ട്, വാക്സ് വരുന്നുണ്ട്, ഓയിൽസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബീട്രൂട്ട് ഓയിൽ ആണോ, അതോ നമുക്ക് ആൽമണ്ട് ഓയിൽ ആണോ, വേമ്പാലംപട്ട മഞ്ചിഷ്ട ഓയിൽ ആണോ, അല്ലെങ്കിൽ റോസ് ഓയിൽ ആണോ, എന്ത് ഓയിൽ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഇതിൽ ആഡ് ചെയ്തിട്ട് തരിക. നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റിലാണ് നമ്മൾ ഈ ലിപ് ബാമിലേക്കുള്ള ബേസ് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഫോർമുലേഷൻ ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് കളറും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് വരിക. അപ്പൊ ഇതിൽ നമ്മൾ റോസിന്റെ ഫ്രാഗ്രൻസ് ഓയിലും പിങ്ക് കളറുമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 100 ഗ്രാമിന്റെ ലിപ് ബാമിന്റെ കിറ്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ അത് മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി റിസൾട്ട് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ 50 ഗ്രാമിന്റെ ഇപ്പൊ നമുക്കൊരു സ്റ്റാർട്ടിങ് ആണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്തവർക്കും ഇത് സിമ്പിൾ ആയിട്ട് വീട്ടിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ലിപ് ബാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. നല്ല ഓർഗാനിക് ലിപ് ബാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് കളർ ഇല്ലാതെ വേണമെങ്കിൽ ഇതിൽ കളറ് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കളർ ഇല്ലാതെയും കിട്ടുന്നതാണ് കേട്ടോ. ചിലപ്പോ ബോയ്സിനൊക്കെ ആണെങ്കിൽ കളറ് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കളർ ആഡ് ചെയ്യണേക്കാട്ടി മുന്നേ 2 ബോട്ടിലാക്കി വയ്ക്കുക. അതിനുശേഷം കളർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലേഡീസിന് പിന്നെ കളർ കുറച്ചും കൂടി വേണമല്ലോ. അപ്പൊ ജെൻസിനായിട്ടുള്ളവരാണെങ്കിൽ കളർ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് 50 ഗ്രാമിന്റെ 5 ഗ്രാമിന്റെ എത്ര ബോട്ടിലാണ് കിട്ടാൻ നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് 5 ഗ്രാമിന്റെ ബോട്ടിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് ഗ്ലാസ് ജാറിലേക്ക് നമ്മുടെ ബേസ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ചെറിയൊരു ഗ്ലാസ് ജാർ, ഇത് 250ന്റെ ആണ് കേട്ടോ ഗ്ലാസ് ജാർ വരുന്നത്. ഇതിലേക്ക് നമ്മുടെ ബേസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ജാർ ഇല്ലാന്ന് വെച്ചിട്ട് യാതൊരു ടെൻഷനും വേണ്ട. സ്റ്റീലിന്റെ വല്ല കപ്പോ ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അതിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ ഗ്ലാസ് ജാറിലേക്ക് നമ്മുടെ ബേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിവിടെ ബീസ് വാക്സും അതുപോലെ തന്നെ കർണോബ വാക്സും ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ ഗ്ലാസ് ജാറിലേക്ക് നമ്മുടെ ബേസ് മൊത്തമായിട്ട് മാറ്റാം കേട്ടോ. ബട്ടേഴ്സ് ഒക്കെ ഇതിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് മൊത്തമായിട്ട് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലിപ് ബാമിന്റെ ബേസ്. ഇത് നമുക്കിനി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഇത് നല്ലോണം മെൽറ്റ് ആയിട്ട് ഇതിൽ നമുക്ക് ബട്ടേഴ്സും വാക്സും ഒക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് ലിപ് ബാമിന്റെ ബേസ് നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്റ്റീലിന്റെ ഏതെങ്കിലും കപ്പോ ഗ്ലാസ്സോ ഒക്കെ ആണെങ്കിൽ അതിലേക്ക് നമ്മൾ ബേസ് ഇട്ടിട്ട് ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പതേ നമ്മുടെ ലിപ് ബാമിന്റെ ബേസ് നല്ല രീതിയിൽ തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ലിപ് ബാമിന്റെ ബേസ് നല്ല രീതിയിൽ നല്ല മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ റോസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ലൈറ്റ് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്. അപ്പൊ നമുക്കിതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫ്രാഗ്രൻസ് റോസിന്റെ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ ലിപ് ബാം.
അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഫുള്ളായിട്ട് ഒഴിക്കരുത് കേട്ടോ. ഇതിൻ്റെ ഈ കഴുത്ത് ഭാഗം വരെ മാത്രം ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്യാപ്പ് ഇടണ സമയത്ത് ആ ക്യാപ്പിൽ തട്ടു കേട്ടോ. അപ്പോൾ എപ്പോഴും കഴുത്ത് ഭാഗം വരെ നമ്മൾ ഒഴിക്കണം കേട്ടോ, കൂടുതൽ ഒഴിക്കരുത്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഇനി നിങ്ങളുടെ ലിപ് ബാമിൻ്റെ ബേസ് എങ്ങനെ കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ കട്ടിയാവും. പിന്നെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊന്നും ഇരുന്ന് നമ്മൾ ഇത് ഒഴിക്കാനായിട്ട് പാടില്ല കേട്ടോ, അപ്പോൾ നമ്മുടെ ബേസ് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവേ. ലിപ് ബാം സെറ്റ് ആവാനായിട്ട് 1 മണിക്കൂർ എടുക്കും കേട്ടോ. അതുവരെ നമുക്ക് ഇത് എനക്കാതെ വെക്കാം. പിന്നെ നമ്മുടെ കളറ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാ ഒരു ഷെയ്ഡാണ് നമുക്ക് ലിപ്പിലിടുമ്പോൾ കിട്ടുന്നത് കേട്ടോ. നല്ല റെഡ് കളറും അതുപോലെ തന്നെ നല്ല റോസിന്റെ സ്മെല്ലുമാണ്. റെഡ് കളറല്ല, പിങ്ക്, ലൈറ്റ് ഒരു പിങ്ക് കളറാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഇനി എങ്ങനെയാ കാണാന്ന് അറിയില്ല കേട്ടോ. നമുക്ക് വീഡിയോയില് ഇത് പിങ്ക് ആയിട്ടാണോ റെഡ് ആയിട്ടാണോ വരികയെന്ന് അറിയില്ല. ഒരു പിങ്ക് ഷെയ്ഡാണ് നമുക്ക് വരിക കേട്ടോ. നല്ല ടിൻറ്റഡ് ലിപ് ബാം ആണ് നമുക്ക് റോസിന്റെ വരുന്നത്. ഇനി നമുക്കിത് സെറ്റ് ആവാം. 1 മണിക്കൂർ നമുക്ക് സെറ്റ് ആവാനായിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ബോട്ടിലിലെ ക്യാപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ 13 ബോട്ടിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 13 ബോട്ടിൽ നമ്മുടെ 50 ഗ്രാമിന്റെ കിറ്റ് വെച്ച് മേക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിപ് ബാം ഒക്കെ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മുടെ ലിപ് ബാമുകള്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബോട്ടിൽസ് അടച്ചു വെക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ എന്തൊരു ഫിനിഷിംഗ് ആ നോക്കിയേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിപ് ബാമിന്റെ മേക്കിംഗ് കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇത് നമ്മുടെ 50 ഗ്രാമിന്റെ കിറ്റുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലിപ് ബാം ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിപ് ബാമിന്റെ കിറ്റുകൾ വേണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലുള്ള 5 ഗ്രാമിന്റെയും 8 ഗ്രാമിന്റെയും ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മേക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ കിറ്റിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഷാംപൂ മേക്കിംഗ് കിറ്റുകളുണ്ട്, സോപ്പ് മേക്കിംഗ് കിറ്റുകളുണ്ട്. നമ്മുടെ ഒരു 22 ടൈപ്പോളം സോപ്പ് മേക്കിംഗ് കിറ്റുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഷാംപൂ മേക്കിംഗ്, ഷവർ ജെൽ മേക്കിംഗ്, ഫേസ് വാഷ് മേക്കിംഗ്, എല്ലാത്തിന്റെ കിറ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കൊരു ബിഗിനർ ആണെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ ലിപ് ബാമും അതുപോലെ തന്നെ ഫേസ് വാഷ്, സോപ്പൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ലിപ് ബാമൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ലൂസായി പോകും. കുറേ പ്രശ്നങ്ങളുണ്ട്. അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കിറ്റ് ആയിട്ട് തരുന്നത്. അതിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് മേക്ക് ചെയ്യുന്നത് വരെ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ബേസ് മെൽറ്റ് ചെയ്യുക, കളർ ആഡ് ചെയ്യുക, ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ കിറ്റിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവരെ വേഗം പോയി നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പോ ബൈ.